ക്രിക്കറ്റ് മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിൽ ചിരവൈരികളായിട്ടുള്ള പാകിസ്ഥാനെതിരെ വീണ്ടും ഒരു കിടിലൻ വിജയം കൊയ്തിരിക്കുകയാണല്ലോ ടീം ഇന്ത്യ. ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ പരാജയ ഭീതിയിലായിരുന്ന ടീം ഇന്ത്യ ബൗളർമാരുടെ മാജിക്കൽ പെർഫോമൻസിന്റെ മികവിലാണ് 6 റൺസിന്റെ ത്രസിപ്പിക്കുന്ന വിജയം പാകിസ്ഥാനെതിരെ പിടിച്ചെടുത്തത്. എന്തായാലും 120 റൺസിന്റെ വിജയ ലക്ഷ്യമാണ് പാക് പടയ്ക്ക് മുമ്പിൽ ഇന്ത്യ നൽകിയതെങ്കിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 113 റൺസ് എടുക്കാൻ മാത്രമേ പാകിസ്ഥാന് സാധിച്ചുള്ളൂ. തീർച്ചയായിട്ടും ബൗളർമാരുടെ പ്രകടനത്തിന് നമ്മൾ കൈയടിക്കുമ്പോഴും ഇന്ത്യൻ ക്യാപ്റ്റൻ, ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ അത്യുജ്വലമായിട്ടുള്ള ക്യാപ്റ്റൻസിയെ കുറിച്ചും നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. തന്റെ ബൗളർമാരെ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ പട പാകിസ്ഥാനെ പൂട്ടുകെട്ടിയിട്ടുണ്ടായിരുന്നതും. എന്തായാലും തുടരെയുള്ള രണ്ടാമത്തെ വിജയത്തോടുകൂടി ടീം ഇന്ത്യ സൂപ്പർ 8 യോഗ്യതയ്ക്കുള്ള തൊട്ടരികിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, ഗ്രൂപ്പ് എയുടെ ആ ഒരു പോയിന്റ് ടേബിൾ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. നമ്മുടെ ഇന്ത്യ തന്നെയാണ് 1ാം സ്ഥാനത്തുള്ളത്. കളിച്ച 2 കളികളിൽ 2 വിജയവും പ്ലസ് 1.455 എന്നുള്ള മികച്ച നെറ്റ് റൺ റേറ്റുമായി 4 പോയിന്റുമായി ടീം ഇന്ത്യ 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ USA ആണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതെ, 2 കളികൾ 2 വിജയങ്ങൾ പ്ലസ് 0.626 എന്നുള്ള നെറ്റ് റൺ റേറ്റുമായി അതേ 4 പോയിന്റുമായി USA 2ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ കളിച്ച 2 കളികളിൽ നിന്ന് 1 വിജയവും 1 പരാജയവുമായി 2 പോയിന്റുമായി കാനഡ 3ാം സ്ഥാനത്താണ്. പാകിസ്ഥാനാണ് 4ാം സ്ഥാനത്തുള്ളത്. അതെ, ഇനി പാകിസ്ഥാന്റെ മുന്നോട്ടുള്ള പോക്കിന് ഇന്നലത്തെ ആ ഒരു തോൽവി വലിയ തോതിൽ തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ, അതായത് സൂപ്പർ 8ലേക്ക് പ്രവേശിക്കണമെങ്കിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഇത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല. പാകിസ്ഥാന്റെ പോയിന്റ് ടേബിളിലുള്ള നിലവിലെ അവസ്ഥ നോക്കിയാൽ മതി. കളിച്ച 2 കളികളിൽ 2ലും പരാജയപ്പെട്ടുകൊണ്ട് 0 പോയിന്റുമായി പാകിസ്ഥാൻ 4ാമതാണുള്ളത്. അതെ, ഇനി അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ USA ഇനിയുള്ള മത്സരങ്ങളൊക്കെ പരാജയപ്പെടണം, പാകിസ്ഥാൻ ഇനിയുള്ള മത്സരങ്ങളൊക്കെ വിജയിക്കണം, അതും നെറ്റ് റൺ റേറ്റ് ഒക്കെ മികച്ച രീതിയിൽ ഉയരുന്ന തരത്തിൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, USന്റെ അടുത്ത മത്സരം ഇന്ത്യയോടൊപ്പമാണ്. 12ാം തീയതിയാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള USയുടെ മത്സരം നടക്കുന്നതെങ്കിൽ 14ാം തീയതി അയർലാൻഡിനെതിരെയാണ് USA കളിക്കുന്നത്. നിലവിലെ USയുടെ പ്രകടനം വെച്ചുകൊണ്ട് അയർലാൻഡിനെതിരെ അവർ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇനിയിപ്പോൾ പാകിസ്ഥാന്റെ അടുത്ത 2 മത്സരങ്ങൾ നാളെ കാനഡയ്ക്കെതിരെയും അതുപോലെ തന്നെ 16ാം തീയതി അയർലാൻഡിനെതിരെയുമാണ് പാകിസ്ഥാൻ കളിക്കേണ്ടത്. ഈ 2 മത്സരങ്ങൾ അവർ വിജയിച്ചാൽ പോലും കാനഡ മുന്നോട്ട് പോവാതിരിക്കാനും പാകിസ്ഥാൻ ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ മുമ്പിലുള്ള വഴികൾ. എന്തായാലും പാകിസ്ഥാൻ ഏകദേശം പുറത്താവിന്റെ വക്കലിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്നാൽ ഇന്ത്യ ആവട്ടെ, അവർ സൂപ്പർ 8ലേക്കുള്ള ആ ഒരു യോഗ്യതയുടെ അടുത്തേക്ക്, വളരെ അടുത്തേക്ക്, ക്ലോസ് ആയിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പ് എയുടെ സ്ഥിതിവിശേഷങ്ങളുള്ളത്. നമുക്കറിയാം, ഓരോ ഗ്രൂപ്പുകളിൽ നിന്നും 2 വീതം ടീമുകളാണ് ആ ഒരു സൂപ്പർ 8ലേക്ക് പ്രവേശിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഏതൊക്കെ ടീമുകളായിരിക്കും സൂപ്പർ 8ലേക്ക് പ്രവേശിക്കാൻ പോവുക എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും T20 വേൾഡ് കപ്പ് ആവേശകരമായിട്ട് തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കാം കൂടുതൽ മത്സരങ്ങൾക്കായും കൂടുതൽ വിശേഷങ്ങൾക്കുമായി തന്നെ. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. വരേക്കും ഗുഡ് ബൈ.